തുടരുന്നുണ്ട്. പ്രതീക്ഷ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ മണിയമ്പിള്ള രാജു ഇന്നലെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ഇറങ്ങുന്നത് 9:30-ക്കാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ആ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ആ ഇടിച്ച വോൾവോ കാർ ഇതുവരെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല, അല്ലേ? അരുൺ, ആ അപകടമുണ്ടാക്കിയ വാഹനം, ആ വോൾവോ കാർ എവിടെയാണ് എന്നതാണ് ഇപ്പോഴും അറിയാൻ കഴിയാത്ത ഒരു കാര്യം. അത് വളരെ ദുരൂഹമായി തന്നെ തുടരുകയാണ്. കാരണം പ്രാഥമികമായി പോലീസ് ചെയ്യേണ്ടത് അപകടമുണ്ടാക്കിയ വാഹനം കസ്റ്റഡിയിലെടുക്കുകയാണ്. പക്ഷേ ആ നടപടി ഇവിടെ ഉണ്ടായിട്ടില്ല. ഒപ്പം ആ സംഭവമുണ്ടായി മണിക്കൂറുകൾ 12 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ അപകടമുണ്ടാക്കിയ വ്യക്തിയെ മണിയൻപിള്ള രാജുവിനെ ചോദ്യം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടി സ്വീകരിക്കാനോ പോലീസ് ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. മണിയൻപിള്ള രാജു സ്വന്തമായി കീഴടങ്ങി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. അതായത് പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തുണ്ടായിരുന്നിട്ട് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടുന്ന 12 മണിക്കൂർ സമയത്തിനുള്ളിൽ കസ്റ്റഡിയിലെടുക്കാതെ വീട്ടിൽ പോയി കിടന്ന് സുഖമായി ഉറങ്ങി രാവിലെ വരാൻ വേണ്ടിയിട്ട് പോലീസ് അനുഗ്രഹിച്ചു വിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. 12 മണിക്കൂറിന് ശേഷമാണ് പോലീസ് മണിയമ്പിള്ള രാജുവിനെ കീഴടങ്ങാൻ അവസരം കൊടുത്തിരിക്കുന്നത്. മണിയമ്പിള്ള രാജു ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. 12 മണിക്കൂർ സമയം കഴിഞ്ഞാണ് വൈദ്യപരിശോധന നടത്തുന്നത്. അതൊന്ന്. 2, ഇതുവരെയും അപകടം സംഭവിച്ച അല്ലെങ്കിൽ അപകടം നടത്തിയ കാർ, ഇടിച്ച കാറ് എടുക്കാൻ, വോൾവോ കാറ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ അഷിൻ പോലീസിനോട് രാത്രിയിൽ തന്നെ താൻ ഇങ്ങനൊരു വാഹനം, ഇങ്ങനെ അപകടം സംഭവിച്ചു എന്നുള്ള വിവരം താൻ തന്നെ വിളിച്ചറിയിച്ചു. നാളെ രാവിലെ ഹാജരാകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് സമ്മതിച്ചു എന്നല്ലേ മണിയമ്പിള്ള രാജു നമ്മളോട് പറഞ്ഞത്? അതങ്ങനെയാണെങ്കിൽ പോലീസിന് എങ്ങനെയാണ് അങ്ങനെ സമ്മതിക്കാൻ കഴിയുക? അരുൺ, അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് മണിയമ്പിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും മ്യൂസിയം സ്റ്റേഷനിലേക്ക് തന്നെ എത്തിക്കും. ഇവിടെ എത്തിച്ച ശേഷമാണ് വാഹനം കണ്ടെത്താനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുക. വൈദ്യപരിശോധന കഴിഞ്ഞ് പറയാമെന്നുള്ള, ഈ വാഹനം എവിടെയാണെന്നുള്ള കാര്യം വൈദ്യപരിശോധനയ്ക്ക് ശേഷം പറയാം എന്നുള്ള കാര്യമാണ് മണിയമ്പിള്ള രാജു പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അപകടം നടന്ന ആ സമയം മുതൽ മണിയമ്പിള്ള രാജു പറയുന്നതനുസരിച്ചാണ് നിലവിൽ ഇപ്പോൾ മ്യൂസിയം സ്റ്റേഷനിൽ നടപടിക്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആദ്യം തന്നെ ഒരു അപകടമുണ്ടാകുന്നു. ആ അപകടമുണ്ടായ സംഭവം അത് പോലീസിനെ വിളിച്ചറിയിക്കുന്നത് മണിയമ്പിള്ള രാജു തന്നെയാണ്. ഞാൻ തന്നെ രാവിലെ സ്റ്റേഷനിൽ ഹാജരായിക്കോളാം എന്നൊരു കാര്യം പോലീസിനോട് ആവശ്യപ്പെടുന്നു. പോലീസ് അത് സമ്മതിക്കുന്നു. അതിനുശേഷം വൈദ്യപരിശോധന നടത്തിയാൽ മതി എന്ന് പോലീസിനോട് പറയുന്നു. അതും അതുപോലെ തന്നെ 9:30 നടന്ന അപകടം ഇത്ര മണിയാകുന്നു. ഏതാണ്ട് 10-12 മണിക്കൂർ പിന്നിടുന്നു. ഇതുവരെയും വൈദ്യപരിശോധന നടത്തിയിട്ടില്ല. ഇപ്പോഴാണ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോയിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, ഈ വാഹനം എവിടെ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതും മണിയമ്പിള്ള രാജു തന്നെയായിരിക്കും. അതും അദ്ദേഹത്തിന്റെ സൌകര്യത്തില് അതായത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം താൻ വാഹനം എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം പറയാം എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് ഇവിടെ എത്തിച്ച ശേഷം വൈദ്യപരിശോധന കഴിഞ്ഞ് മ്യൂസിയം സ്റ്റേഷനിലേക്ക് എത്തുന്ന മണിയമ്പിള്ള രാജുവുമായി വീണ്ടും വാഹനം കണ്ടെത്താൻ മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് ഒരു ജീപ്പ് പോലീസുകാർ അങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ്. എവിടെയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പോകുന്ന വഴിയിൽ പറയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം മുതൽ തന്നെ ഈ കേസ് എങ്ങനെ നീങ്ങണം, എങ്ങനെയാണ് പോലീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മണിയമ്പിള്ള രാജു. ടി.വി. പ്രസാദ്, ഇന്നലെ രാത്രിയിൽ 9:30ക്കാണ് ഈ അപകടമുണ്ടാവുന്നത്. അപകടമുണ്ടാക്കിയതിനു ശേഷം അപകടത്തിൽ പരിക്കേറ്റവരെ തിരിഞ്ഞു നോക്കാതെ അവരെ ആശുപത്രിയിൽ എത്തിക്കാതെ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ മണിയമ്പിള്ള രാജുവിനെ ഇന്നലെ രാത്രിയിൽ കസ്റ്റഡിയിൽ എടുക്കാതെ മണിയമ്പിള്ള രാജു തന്നെ അങ്ങോട്ട് വിളിച്ചറിയിച്ചിട്ടും 12 മണിക്കൂർ സമയം നീട്ടിക്കൊടുത്ത് വൈദ്യപരിശോധനയ്ക്കുള്ള സാധ്യത പോലും ഒഴിവാക്കിയ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയല്ലേ? വൈദ്യപരിശോധന 12 മണിക്കൂറിനുള്ളിൽ നടത്തിയില്ല. അപകടം നടത്തിയ വാഹനം കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയിൽ കസ്റ്റഡിയിൽ എടുക്കാതെ രാത്രിയിൽ മണിയമ്പിള്ള രാജു വിളിച്ചറിയിച്ചിട്ടും മണിയമ്പിള്ള രാജുവിനെ സ്വന്തം വീട്ടിൽ കഴിയാൻ അനുവദിച്ചു. എത്ര ഗുരുതരമായ വീഴ്ചകളാണ് അല്ലേ ടി.വി. പ്രസാദ്? ഉറപ്പായും അരുൺ, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ളതാണ്. ആഡംബര കാറിൽ 2 ചെറുപ്പക്കാരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോവുക, അത് മണിയമ്പിള്ള രാജു ആണ് എന്ന് സ്ഥിരീകരിച്ച് ഇന്നലെ രാത്രി ഒരുപക്ഷെ റിപ്പോർട്ടർ വാർത്ത കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അരുൺ, ഇന്നും മണിയമ്പിള്ള കോടതിയിൽ ഹാജരാകുമായിരുന്നില്ല എന്നുള്ളതാണ്. പോലീസ് എല്ലാ ഒത്താശയും മണിയമ്പിള്ള രാജുവിന് വേണ്ടി ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. ഇതൊരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്നാണ് പറ്റിയത് എങ്കിൽ ഒന്ന് നമ്മൾ ഊഹിച്ചു നോക്കണം അരുൺ. കാരണം എല്ലാ തലങ്ങളിലും ബന്ധപ്പെട്ടിട്ടാണ് മണിയമ്പിള്ള രാജു ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടി നടന്ന അപകടം, ആ അപകടത്തിന് ശേഷം ആദ്യം അവിടെ എത്തി
വാർത്ത നൽകുന്നത് റിപ്പോർട്ടർ വാർത്താ സംഘമാണ്. രാത്രി തന്നെ നമുക്ക് സംശയമുണ്ടായിരുന്നു അത് മണിയമ്പിള്ള രാജുവിന്റെ വാഹനമാണ് ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയത് എന്ന്. പക്ഷേ എന്നിട്ട് പിന്നീട് നമ്മൾ കൺഫേം ചെയ്തു, മണിയമ്പിള്ള രാജുവിന്റെ മകനെ വിളിച്ച് കൺഫേം ചെയ്തു. അപകടം പറ്റിയ കുട്ടികളും ദൃക്സാക്ഷികളും പറയുന്നുണ്ടായിരുന്നു മണിയമ്പിള്ള രാജു ആണ് എന്ന്. പിന്നീട് നമ്മൾ രാത്രി തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അരുൺ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ അത് മണിയൻപിള്ള രാജു ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നത് പോലെ ഒരു വാഹനത്തിന്റെ നമ്പർ കിട്ടിയാൽ ആ വാഹന ഉടമ ആരാണെന്ന് വളരെ കൃത്യമായി പോലീസിന് അറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നിരിക്കെയാണ് ഒരു രാത്രി മുഴുവൻ ഒഴിവാക്കി കൊടുത്തത്. അരുൺ, നമ്മുടെ മുന്നിലുള്ളത് ഇതേ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ മുമ്പേ ഉണ്ടായ ഒരു വീഴ്ച നമ്മുടെ ഓർമ്മയുണ്ട്. IAS ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമൻ രാത്രി ലഹരിയിൽ കാർ ഓടിച്ച് ബഷീർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനെ ഇടിച്ച് തെറിപ്പിച്ച് കൊലപ്പെടുത്തിയ വാർത്ത നമ്മുടെ മുന്നിലുണ്ട്. അതും ഈ തിരുവനന്തപുരത്തെ ഇതേ മ്യൂസിയം സ്റ്റേഷൻ പരിധിക്ക് തന്നെയാണ്. ഒരു പ്രമുഖനായ നടൻ, അതല്ലെങ്കിൽ വലിയ വ്യവസായി, അതല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥൻ, അതല്ലെങ്കിൽ വലിയ സമ്പന്നൻ, അതല്ലെങ്കിൽ രാഷ്ട്രീയമായി വലിയ സ്വാധീനമുള്ളയാൾ, അവർക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു പോലീസ് സ്റ്റേഷനായി മ്യൂസിയം പോലീസ് സ്റ്റേഷൻ മാറിയോ എന്നുള്ളതാണ് അത്യന്തം ഗുരുതരമായ വീഴ്ച. ഇതുവരെയും ആ വണ്ടി എവിടെയെന്ന് കണ്ടെത്താൻ പോലും പോലീസിന് കഴിയാത്തത് നാണക്കേടാണ് അരുൺ. പാവപ്പെട്ട 2 ചെറുപ്പക്കാരെ, കുട്ടികളെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ഇന്നലെ സ്വസ്ഥമായി അദ്ദേഹം കിടന്നുറങ്ങി എന്നുള്ളതാണ്. ഈ സമയം വരെയും നിയമത്തിന്റെ മുന്നിലേക്ക് വരാതെ നഗരത്തിലെ പ്രമുഖരായ ആളുകളോടൊപ്പം രാവിലെ വളരെ സുഖമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയാണ്. ഇന്ന് രാവിലെ ഹാജരാകാമെന്ന് ഇന്നലെ രാത്രി തന്നെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അരുൺ, ഇന്ന് രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തത് അപകടം ആർക്കും സംഭവിക്കാം. പക്ഷേ അപകടം സംഭവിച്ചിട്ട് 2 കുട്ടികളെ റോഡിലേക്ക് തള്ളിയിട്ടിട്ട് വാഹനം കൊണ്ട് ഇടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് കടന്നു കളയരുത് എന്നിട്ടൊരു ന്യായം പറയുന്നത് ക്ലബിൽ വിളിച്ചു പറഞ്ഞിരുന്നു അവരെ ആശുപത്രിയിൽ എത്തിക്കാനെന്ന്. അരുൺ, ഗുരുതരമായ വീഴ്ചയാണ് മണിയമ്പിള്ള രാജുവിന്റെ ഭാഗത്തുണ്ടായത്. അതിനേക്കാളും വലിയ വീഴ്ചയാണ് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസിന്റെ ഭാഗമായി ഉണ്ടായത് അരുൺ.